നടി ശോഭനയ്ക്കൊക്കെ രാജ്യം എന്തിനാണ് പത്മഭൂഷൺ നൽകിയത്, ഇവർക്കൊക്കെ എന്ത് കഴിവാണുള്ളത് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം തൊട്ട് ശോഭനയ്ക്ക് രാജ്യം പത്മഭൂഷൺ നൽകി അംഗീകരിച്ചപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചില വാർത്തകളുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ കിടന്ന് കുറേ ആൾക്കാർ കരയുകയാണ്, കുറേ ആൾക്കാർ കിടന്ന് കമൻ്റ് എടുക്കുകയാണ്, കുരുപൊട്ടിച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ വിചാരിച്ചു ഇതെടുത്തൊന്ന് റിയാക്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഞാൻ 101% ഉറപ്പ് പറയുന്നു, അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ശോഭനയ്ക്ക് കിട്ടിയത്. നർത്തകി എന്നുള്ള രീതിയിൽ, നൃത്ത അധ്യാപക എന്നുള്ള രീതിയിൽ, നടി എന്നുള്ള രീതിയിൽ രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു നടിക്ക്, അറിയപ്പെടുന്ന നൃത്ത അധ്യാപികയ്ക്ക് രാജ്യം അവരുടെ അംഗീകാരം നൽകി. രാജ്യം എന്നുള്ള രീതിയിൽ അവർക്കൊരു അംഗീകാരം കൊടുക്കും. അതാണ് പത്മഭൂഷൺ എന്നുള്ളത്. ഇവർക്ക് പത്മശ്രീ നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ കിടന്ന് ബഹളം വെക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാകുന്നു. ചില ആൾക്കാരൊക്കെ ഇടുന്ന കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ കോമഡിയാണ്. ഞാൻ ആ കമൻറ്റൊക്കെ വായിച്ച് കേൾപ്പിച്ചു തരാം. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാം, നിങ്ങൾ ശോഭനയ്ക്ക് കിട്ടിയ അംഗീകാരം 100% അവർ അർഹിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ശോഭന എന്ന് രേഖപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ പേജ് കൂടി ഫോളോ ചെയ്യുക. ഇനി കുറച്ച് ആൾക്കാരുടെ കമൻറ്റ് എന്നോട് വായിച്ച് കേൾപ്പിച്ചു തരാം. ആദ്യത്തെ ഒരു കമൻറ്റ്, ആദ്യം ഒരു കല്യാണം കഴിക്കൂ, ശേഷം കുട്ടികളെ ഉണ്ടാക്കൂ, നല്ലൊരു അമ്മയാകൂ, എന്നിട്ട് ഉണ്ടാക്കൂ ഈ പാഷാണമല്ല എന്നുള്ള രീതിയിലുള്ള കമൻറ്റ് ഇടുന്നു. ഈ വേട്ടവളിയന്മാരുടെ കാര്യം എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എന്താണ് പത്മഭൂഷൺ നൽകുന്നത്, എന്തിനു വേണ്ടിയാണ് നൽകുന്നത്? കുട്ടിയായിട്ട് ജീവിക്കുന്നവർക്ക് കൊടുക്കുന്നതല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന ഈ പുള്ളിക്കാരൻ്റെയൊക്കെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒക്കെ പത്മഭൂഷൺ കിട്ടേണ്ടി വരും. എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല. അടുത്ത കമൻറ്റ്, എന്ത് മണ്ണൻകെട്ടിയാണ് ശോഭന രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത്, സ്വന്തമായി ഒരു കുഞ്ഞിനെ പോലും നൽകിയില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇത്രയും വെളിവില്ലാത്ത മനുഷ്യന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ എന്നൊക്കെ അറിയണമെന്ന് എനിക്ക് ഇതുപോലെ കമൻറ്റ് ബോക്സ് വായിച്ചോണം. ജോൺസാ വെളിവില്ലാത്ത കമൻറ്റേ. അടുത്തത്, എന്ത് ത്യാഗമാണ് ഭാരതത്തിന് വേണ്ടി ചെയ്തത്, അവർ ഒരു തൊഴിൽ പഠിച്ചു, അതിന് മാന്യമായി വിഹിതവും വാങ്ങിച്ച് ജീവിക്കുന്നു, ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഭാരതത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ് അവർ, ഒരു നൃത്താധ്യാപികയാണ്, ഒരു നർത്തകിയാണ്. അതുതന്നെയാണ് അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കമൻ്റ് ഇട്ട വ്യക്തിയുടെ ഹംസ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ ചോദിച്ചു, എന്ത് ത്യാഗമാണ് ഭാരതത്തിന് വേണ്ടി ചെയ്തത്? ഇതുപോലെ വിവരക്കെട്ട കമൻ്റ് ഇടാൻ പോയില്ല എന്നുള്ളതാണ് അവർ ചെയ്ത ആദ്യത്തെ കാര്യം. വെളിവില്ലാത്ത കമൻ്റ് ഇടാൻ പോയില്ല. ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു നൃത്ത അധ്യാപികയാണ്, കലാകാരിയാണെന്നുള്ള രീതി. നമ്മുടെ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും ഇവർക്കൊക്കെ രാജ്യം എന്തിനാണ് മികച്ച നടൻ എന്നുള്ള രീതിയിലൊക്കെ ബഹുമതി നൽകുന്നത്? പൈസ മേടിച്ചിട്ടല്ലേ ഇവരൊക്കെ അഭിനയിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ബഹളം വെക്കുന്നുണ്ടല്ലോ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തില്ല എന്നുള്ള രീതിയിൽ. ഞാൻ കൊടുക്കണം എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. അങ്ങനെയാണെന്ന് എന്തിനാ ബഹളം വെക്കുന്നത്? മമ്മൂട്ടി പൈസ മേടിച്ചിട്ടല്ലേ അഭിനയിച്ചത്. ഇപ്പം ശോഭന മാത്രമാണോ പൈസ മേടിച്ചിട്ട് അഭിനയിക്കുന്നത്? അഭിനയിക്കുമ്പോൾ അവരുടെ കഴിവിന് രാജ്യം നൽകുന്ന അംഗീകാരമാണ് ഇതുപോലുള്ള പുരസ്കാരങ്ങൾ എന്ന് വെളിവില്ലാത്ത മനുഷ്യ ഒന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അടുത്ത കമൻറ്റ്, അടുത്ത മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി ഇട്ട കമൻറ്റാണ്, പത്മഭൂഷൺ കൊടുത്ത് ആദരിക്കാൻ എന്താണ് ഇവർ ചെയ്തത്? മോദിയെ ദൈവമായി കരുതിയതോ? എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, രാജ്യത്തിൻ്റെ ഇത്തരം പുരസ്കാരങ്ങൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുത്ത് ആ പുരസ്കാരത്തിൻ്റെ തന്നെ വില കളഞ്ഞ് കുളിക്കണോ എന്നുള്ള രീതിയിൽ കമൻറ്റാണ്. അതിനുള്ള മറുപടി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ തരാം. ഒരു കാലത്ത് മികച്ച നടന്മാരും നടിമാരും ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരെക്കാൾ എന്ത് വിശേഷതയാണ് ഈ നടികളുള്ളത്? എന്താണ്, ആരൊക്കെയാണ് ആ നടന്മാരും നടിമാരും എന്നൂടെ പറയാം. നമ്മുടെ നാട്ടിൽ നിരവധി നടന്മാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും പല അംഗീകാരവും കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് ഒരാൾക്ക് കിട്ടുമ്പോൾ ഇതിനെ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റൂ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആർക്കും വേണ്ട. പോട്ടെ. അടുത്ത കമൻറ്റ്, ഈ കമൻറ്റിനാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ അവാർഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ചിത്ര ചേച്ചിക്കും കൂടി ഒരെണ്ണം കൊടുക്കാമായിരുന്നു. എടാ മണ്ടന്മാരെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു ഇത് പേപ്പർ വായിക്കാത്ത മനുഷ്യന്മാരാണെന്ന് തോന്നുന്നു. ചിത്ര ചേച്ചിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിത്ര ചേച്ചിക്ക് ഓൾറെഡി കിട്ടിയതാണ്. നമ്മുടെ KS ചിത്രയുടെ കാര്യമാണ് പറയുന്നത്. പള്ളിപ്പറമ്പിൽ രാമൻ്റെ വീട്ടിൽ പാല് കാച്ചിന് പന്തം കത്തിക്കാൻ പറഞ്ഞതിൻ്റെ നന്ദി കാണിക്കാമായിരുന്നു എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, കൃത്യം 1 വർഷം മുമ്പ്, അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചിത്ര ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ തന്നെ ചിത്രയൊക്കെ വലിയ രീതിയിൽ മോശമാക്കി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത്. മിനിമം പേപ്പർ വായിക്കാത്ത ആടെ ഒരു ബോധമില്ലായ്മ നമുക്കിതിനകത്ത് കാണാം. രാജ്യം ചിത്രയ്ക്കും പത്മഭൂഷൺ പോലുള്ള അംഗീകാരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ബോധമില്ലാത്ത താങ്കൾ മനസ്സിലാക്കും എന്ന് കരുതുന്നു. അത് 2021 ഞാൻ മനസ്സിലാക്കുന്നത്. ഡേറ്റിൽ എന്തെങ്കിലും തിരുത്തുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്തിനാണ് എന്നുകൂടി പറഞ്ഞിരുന്നെങ്കിൽ മലയാളികൾക്ക് അഭിമാനമായിരുന്നു. മനസ്സിലാക്കേണ്ട, തന്നെ പോലുള്ളവർ മനസ്സിലാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പോട്ടെ. അടുത്ത കമൻറ്റ്, ശോഭനയ്ക്ക് അർഹതയുണ്ട്, പക്ഷേ കുറച്ച് വേഗത കൂടിപ്പോയി. ഒന്നുകൂടെ മൂത്ത് നരച്ച് കിളവയായതിനു ശേഷം കൊടുത്താൽ മതിയായിരുന്നു. BJP ഗവൺമെൻറ് ലിസ്റ്റ് ആയതുകൊണ്ട് വേഗതയിൽ കിട്ടി. ഈ കാലയളവിൽ കൊടുക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ് കമൻറ്റ് വന്നത്. BJPക്ക് വേണ്ടി രാഷ്ട്രീയ പ്രചാരണത്തിൽ ഇറങ്ങിയപ്പോഴേ കാര്യം മനസ്സിലായിരുന്നു ഇത് സംഭവിക്കുമെന്ന്.
താന്തോന്നിത്തരം അവാർഡുകൾ വിലയിടിയും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ശോഭനയ്ക്ക് പത്മഭൂഷൺ കിട്ടിയത് അറിഞ്ഞ നടി ഷക്കീല BJPയിൽ ചേരാൻ തീരുമാനിച്ചു എന്നുള്ള രീതിയിൽ കമൻറ്റ് വരുന്നുണ്ട്. ശോഭനയുടെ ചാണകത്തിലേക്കുള്ള നോട്ടം കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു എന്നുള്ള രീതിയിൽ കരുതുന്നുണ്ട്. ഗോമൂത്രം കുടിക്കാൻ പോയപ്പോഴേ ഉറപ്പിച്ചതാണ് ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകരണ സ്മരണം. ശോഭന BJPയിൽ ചേർന്നു. ശോഭനയ്ക്ക് പത്മഭൂഷൺ കിട്ടി. ശോഭനയേക്കാൾ മികച്ച അഭിനേത്രികളായിരുന്നു ഉർവശിയും മഞ്ജു വാര്യരും. ശരി, BJPയിൽ ചേർന്നിരുന്നുവെങ്കിൽ ശോഭനയ്ക്ക് കിട്ടുമായിരുന്നില്ല എന്നുള്ള രീതിയിൽ വരുന്നു. ശോഭനേച്ചിക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വലിയ ആൾക്കാരൊക്കെ കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ ശോഭന BJPയിൽ ചേർന്നു, അല്ലെങ്കിൽ BJPയുടെ ചേർന്നു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. BJPയുടെ ഒരു പരിപാടിയിൽ ശോഭന പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ അതിൽ ശോഭനയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖറിൻ്റെ റോഡ് ഷോയിലും ശോഭന പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശോഭനയുടെ താല്പര്യമല്ലേ. ശോഭന എന്ന് പറയുന്ന കലാകാരിക്ക് അവർക്ക് രാഷ്ട്രീയമുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഒപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരുടെ ലൈസൻസാണ് വേണ്ടത്? ഇവരുടെ ആരുടെ നിങ്ങളുടെ ആരുടെയും വാക്കിൻ തുമ്പത്താണോ ശോഭന ഇവിടെ ജീവിക്കുന്നത്? ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു നടിയാണ് ശോഭന. അവർക്ക് വ്യക്തിത്വമുള്ള ഒരാളാണ്. ഈ രാജ്യത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അവർക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാം. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ വീട്ടിൽ കുറിപ്പ് വല്ലതും വേണം. ഇനി BJPയിൽ ശോഭനയ്ക്ക് ഒരു സ്ഥാനം വേണം, അല്ലെങ്കിൽ ഈ പത്മഭൂഷന് വേണ്ടിയാണ് ശോഭനയൊക്കെ വന്ന് BJPയുടെ പരിപാടിയിൽ പങ്കെടുത്തെന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശോഭനയ്ക്ക് ഇത്ര മണ്ടത്തരം കാണിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ വിളിച്ച് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യസഭ സീറ്റ് ഈ പറയുന്ന ഒരു മനുഷ്യൻ്റെയും മുമ്പിൽ വന്ന് വോട്ടിന് വേണ്ടി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ പാർലമെൻറ്റിൽ രാജ്യസഭ വഴിയൊക്കെ പോകാൻ പറ്റും. എല്ലാ ഗുജറാത്തിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ എവിടെ കൊണ്ട് നിർത്തിയിട്ട് ശോഭനയ്ക്ക് ഒരു സീറ്റ് BJP കൊടുക്കും. വേണമെങ്കിൽ ക്യാബിനറ്റ് പദവി വരെ കൊടുക്കും. അപ്പോഴാണ് ഇവിടെ പത്മഭൂഷൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ കിടന്ന് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. ശോഭന ഒന്ന് മൂളിക്കഴിഞ്ഞാൽ, പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ശോഭനയെ പോലുള്ള നടിയെ BJP പോലുള്ള പാർട്ടിക്ക് സജീവമായി കിട്ടുമെന്നുണ്ടെങ്കിൽ അവർ വേണമെങ്കിൽ ക്യാബിനറ്റ് പദവി കൊടുക്കും, അല്ലെങ്കിൽ രാജ്യസഭയിൽ കൊടുക്കും, അല്ലെങ്കിൽ വേറെ പദവികളുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ പദവികളുണ്ട്. ഇപ്പം ഗവർണർ വേണമെങ്കിൽ ആക്കാം ശോഭനയ്ക്ക്. ഇപ്പോൾ ശോഭനയ്ക്ക് അധികാരം വേണം, ശോഭന ഒന്ന് വാക്ക് പറഞ്ഞാൽ പോരെ. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണറാക്കി ശോഭനയ്ക്കും അധികാരം കൊടുക്കാം. അങ്ങനെ ഒരു പാർട്ടിയാണ് BJP. അവർക്കൊന്നും അധികാരമുണ്ട്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അതിപ്പോൾ ശോഭന പോയി പങ്കെടുത്തു എന്ന് തന്നെ എഴുതാം. അതിപ്പോൾ എന്താ കുഴപ്പം? പോട്ടെ, ഇപ്പോൾ പങ്കെടുത്തത് കൊണ്ടാണ് ശോഭനയ്ക്ക് കിട്ടിയെന്ന് കരുതുക. ശോഭനയുടെ കഴിവിനും പ്രാപ്തിക്കും ശോഭനയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. അപ്പോൾ അത് പങ്കെടുത്തുകൊണ്ടാണ് കിട്ടുന്നതെങ്കിൽ ആയിക്കോട്ടെ. അതിനിപ്പോൾ എന്താ? ഇപ്പോൾ BJP മോദിയോടൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ള പേരിൽ ശോഭനയുടെ പേരിലൊക്കെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ വെറുതെ പൊട്ടിത്തെറിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടിയില്ലേ, അമ്മയാണ് എന്നൊക്കെ ചോദിക്കുന്ന തിരുമണ്ടന്മാർ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുപോലുള്ള ആൾക്കാരൊക്കെ. ഇപ്പം നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സ് തന്നെ നോക്കിയാൽ മതി. ഇപ്പം വരും കുറേ എണ്ണം കമൻറ്റ് ഇടാൻ വേണ്ടി. ഇപ്പം ശോഭനയ്ക്ക് BJP ചേരണമെങ്കിൽ ശോഭന BJP ചേരട്ടെ, ശോഭനയ്ക്ക് CPM കയറണമെങ്കിൽ ശോഭന CPM കയറട്ടെ, കോൺഗ്രസ് കയറണമെങ്കിൽ കോൺഗ്രസ് കയറട്ടെ. അത് അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ. ഏത് പാർട്ടി പ്രവർത്തിക്കണം അത് ഇവിടെ ആൾക്കാരുടെ ലൈസൻസ് എടുത്തിട്ട് വേണം. അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നിട്ട് റേഷൻ കാർഡിൽ ഒപ്പിട്ട് മേടിക്കണം ശോഭനയ്ക്ക് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശോഭനയ്ക്ക് നാട്ടുകാരുടെ അപ്രൂവൽ വേണം. ഒന്നും വേണ്ട. ചുമ്മാ കടന്ന് നാടിനും അറിയാത്ത, പഞ്ചായത്തിലും അറിയാത്ത, തൊട്ട് അയലത്തെ വീട്ടുകാരിലെ ഒരു പയ്യന് പോലും തിരിച്ചറിയാൻ വയ്യാത്ത അമ്മമാർ വരെയാണ് ശോഭന എന്ത് സംഭാവന നൽകിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ശോഭനയ്ക്കൊക്കെ എന്ത് യോഗ്യതയാണ് പത്മഭൂഷൺ കിട്ടാനെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പൊട്ടിത്തെറിക്കുന്ന ടീമിനോട് എനിക്ക് പറയാനുള്ളൂ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ടിക്ടോക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് കയറിയിട്ട് ഈ നാഗവല്ലിയായിട്ട് ശോഭന മണിച്ചിത്രത്താഴിനകത്ത് വർഷങ്ങൾക്ക് മുമ്പ് പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സീൻസ് ഉണ്ട്, അതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് അപ്പം മനസ്സിലാവും നടി എന്നുള്ള രീതിയിൽ ശോഭനയാണെന്ന്. ചുമ്മാ ബബ അടിക്കുന്നതിനകത്തൊരു കാര്യമില്ല. നർത്തകി എന്നുള്ള രീതിയിൽ അവരിപ്പോഴും പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നൃത്ത അധ്യാപക എന്നുള്ള രീതിയിൽ ഇപ്പോഴും അവർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന് പല സംഭാവനകളും നൽകിയിട്ടുള്ള ഒരു കലാകാരിയാണ് ശോഭന. അതുകൊണ്ട് തന്നെ പല സ്റ്റേറ്റുകളും അവർക്ക് മികച്ച നടിക്കുള്ള അവാർഡുകളും നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർക്കാണ് രാജ്യം പത്മഭൂഷൺ നൽകി അംഗീകരിച്ചിരിക്കുന്നത്. കുറേ ടീമുകൾ ഇരുന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഇരുന്ന് പൊട്ടി അങ്ങ് തെറി. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുക.